PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഹാർബർ എഞ്ചിനീയറിംഗിലേക്കുള്ള PSC നടത്തിയ പരീക്ഷയുടെ അതായത് കാറ്റഗറി നമ്പർ 055/2023, 124/2023 എന്നീ കാറ്റഗറികളിലേക്കുള്ള PSC നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് വായിക്കാൻ പോണത്. ക്വസ്റ്റ്യൻ കോഡ് 83/2024 A വേർഷനാണ് വായിക്കണത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഡെവലപ്ഡ് ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 4 meter വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ UDL ഓഫ് 10 kN per meter in KNM unit is 20 ആണ് B. A cantilever is subjected to a concentrated moment at the free end. The shape of the shear force diagram is ഇതിൽ തന്നേക്കണം ഒന്നല്ല, അപ്പോൾ D ആണ്, നൺ ഓഫ് ദ എബോവ്. ഇനി 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഈസ് യൂസ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ട്രസസ്? C ആണ്, മെത്തേഡ് ഓഫ് ജോയിൻസ്. 4, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ദ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ്, അപ്പോൾ C ആണ് ഉത്തരം, സപ്പോർട്ട് റിയാക്ഷൻ ഓഫ് ദ മെമ്പർ എന്നുള്ളത്. 5, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ? 3 hinged arch, D ആണ്. 6, സെലക്ട് എ ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഫ്രം ദ ഫോളോയിങ്? അതിൽ A ആണ്, കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്. ഇനി 7, ഏഴാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ A ആണ്, 18. 8, ദ സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻറ്റർമിനൻസി റെസ്പെക്റ്റീവ്ലി ഓഫ് എ ഫിക്സ്ഡ് ബീം ഇൻ ജനറൽ വിൽ ബി B ആണ്, 3 and 0. 9, ദ ആബ്സല്യൂട്ട് സ്റ്റിഫ്നെസ് അറ്റ് ദ നിയർ എൻഡ് ഓഫ് എ മെമ്പർ വെൻ ദ ഫാർ എൻഡ് ഈസ് ഫിക്സ്ഡ് ഈസ് D ആണ് ഉത്തരം. 10, ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് അത് മോഡുലസ് ഓഫ് റിജിഡിറ്റി B ആണ്. 11ാമത്തെ ആംഗിള് A ആണ്, 33.69 ഡിഗ്രി. ഇനി 12ാമത്തെ പ്രോബ്ലത്തിൻ്റെ C ആണ് ഉത്തരം, 41 m³/s. ഇനി 13ൻ്റെ ആൻസർ 4 units C ആണ്. ഇനി 14, ദ സ്കെയിൽ റേഷ്യോ ഓഫ് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആസ് പെർ ഫ്രൂട്ട്സ് മോഡൽ ലോ ഈസ് D ആണ്, LR/3/2. ഇനി 15ാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ C ആണ്, 2400 HA എന്നുള്ളത്. ഇനി 16ാമത്തെ D ആണ്, X⁴/5. ഇനി 17, ദ റേഷ്യോ ഓഫ് കർവ്ഡ് ലെങ്ത് ഓഫ് ദ റിവർ ടു ഇറ്റ്സ് ഡയറക്റ്റ് ആക്സിയൽ ലെങ്ത് ഈസ് കോൾഡ് ടോർച്യോസിറ്റി B ആണ്. 18, ദ ബെഡ് വിഡ്ത്ത് B ആൻഡ് ഫ്ലോ ഡെപ്ത് Y ഓഫ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോഡിയൽ കനാൽ ക്യാൻ ബി റിലേറ്റഡ് ആസ് B = 2y/√3. B ആണ് ഉത്തരം. ഇനി 19, ദ പോസിബിൾ ഫോം ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽ ഓവർ എ ഫ്രീ ഓവർഫോൾ ഈസ് S2D ആണ്. ഇനി 20ാമത്തേൻ്റെ ആൻസർ A ആണ്, H/2. 21ാമത്തെ പ്രോബ്ലത്തിൻ്റെ B ആണ്, 200 meter ആൻഡ് 450 m². B ആണ് ഉത്തരം. ഇനി 22 ചാർട്ട് തന്നിട്ടുള്ള അതിൻ്റെ ആൻസർ A ആണ്, 425 m². ഇനി 23ാമത്തേൻ്റെ 100 ഡിഗ്രിയാണ്, C ആണ് ഉത്തരം വരിക. 24, ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കണത്. 3ാമത്തെ 4ാമത്തെയാണ്, അപ്പോൾ C ആണ് ഉത്തരം. ഇനി 25ൻ്റെ ഉത്തരം സ്പേഷ്യൽ ഓട്ടോ കോറിലേഷൻ B ആണ്. 26ാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ 28,000 D ആണ് വരിക. 27 D ആണ്, കോൺക്രീറ്റ്. 28, എ റൂം ഹാവിംഗ് എ സൈസ് ഓഫ് 4 meter into 5 meter with 20 cm walls are all around. What is the estimate of the length of the wall by center line method എന്നുള്ളതിൻ്റെ ആൻസർ 18.8 meter C ആണ്. 29ാമത്തെ, ദ കാർപ്പറ്റ് ഏരിയ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഈസ് ജനറലി 50% to 65% ഓഫ് ഇറ്റ്സ് പ്ലിന്ത് ഏരിയ. B ആണ് ഉത്തരം. 30, കോർട്ട്യാർഡ് നോട്ട് കൺസിഡേർഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ്റ്റിമേറ്റ്സ്? പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റിലാണ്, D ആണ്. 31, വാട്ട് ഈസ് ദ മെത്തേഡ് ടു എൻഹാൻസ് ദ ഫയർ റെസിസ്റ്റൻസ് ഓഫ് ടിമ്പർ? സോക്കിംഗ് ഇൻ അമോണിയം സൾഫേറ്റ്. C ആണ്. ഇനി 32ാമത്തെ പ്രോബ്ലത്തിന് 57.14% C ആണ്. 33ാമത്തേന്
ഡി ആണ് 374 ആൻഡ് 1.04 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി 34 ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 4 കറക്റ്റാണ്, അതുകൊണ്ട് ബി ആണ് ആൻസർ വരിക. 35 ദ ഈൽഡ് പോയിൻ്റ് ഓഫ് ലോ കാർബൺ സ്റ്റീൽ മേ ബി ഇൻക്രീസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് ഫോസ്ഫറസ്, സി ആണ്. ഇനി 36 മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ എക്ക് 2ാമത്തെ, ബിക്ക് 1ാമത്തെ, സിക്ക് 3ാമത്തെ, ഡിക്ക് 4ാമത്തെ. അപ്പോൾ എ ആണ് ആൻസർ വരുന്നത്. ഇനി 37 വാട്ട് ഈസ് ദ വോളിയൂം ഓഫ് കൊയേഴ്സ് അഗ്രിഗേറ്റ് required to make 150 meter cube of 1:1.5:3 കോൺക്രീറ്റ്. അത് ഡി ആണ് 126 മീറ്റർ ക്യൂബ്. ഇനി ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിലുള്ളത് 2, 3, 4 ആണ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റായിട്ടുള്ളത്, അതായത് സി ആണ് ഉത്തരം. ഇനി 39 അതിലും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, അത് 4ാമത്തെയാണ്. അപ്പോൾ സി ആണ് ആൻസർ. ഇനി 40ാമത്തെ ഇൻ എ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ദ ടിമ്പർ പ്ലാങ്കിങ് ഇസ് ഫിക്സ്ഡ് ഓവർ ബ്രിഡ്ജിങ് ജോയിസ്റ്റ്, സി ആണ്. 41 വിച്ച് ഈസ് ദ IS കോഡ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ഡിസൈൻ ആൻഡ് ഇറക്ഷൻ യൂസിങ് പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ്. അത് ഡി ആണ് ആൻസർ വരിക. IS 15916 to 2011, ഡി ആണ് ഉത്തരം. ഇനി ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് കാണാനാണ് 42ാമത്തെ, അത് സി ആണ്. ഇൻസ്റ്റലേഷൻ ടൈം ഫോർ സ്ലിപ്പ് ഫോം ടെക്നിക് ഈസ് ലെസ് എന്നുള്ളതാണ്, സി ആണ് ആൻസർ. ഇനി 43 ഇഫ് 1 or more റിവറ്റ് ഹോൾസ് ആർ നോട്ട് ഇൻ ദ കറക്റ്റ് ലൈൻ ഇൻ എ ടെൻഷൻ മെമ്പർ ദെൻ ഇറ്റ്സ് ഫെയിലർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇതെല്ലാം ഉണ്ട്, പിച്ച്, ഗേജ്, ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ഹോൾസ്. അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ എബോവ്. ഇനി 44ാമത്തെ 4 സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് എന്നുണ്ട്, അതിൽ ഏതാ ട്രൂ? 3ഉം ട്രൂ ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ്, ഡി ആണ് ആൻസർ. 45ാമത്തെ ബി ആണ് പർലിൻസ്, ബി ആണ് ആൻസർ. ഇനി 46 കറക്റ്റ് സീക്വൻസ് ഓഫ് പ്രോസസ് ഫോർ, ഇതിൻ്റെ കറക്റ്റ് സീക്വൻസ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1ാമത്തെയാണ് ആദ്യം വരിക, പിന്നെ 3, 4, 2, 5. അപ്പോൾ ബി ആണ് ആൻസർ. ഇനി 47 ദ പ്രോസസ് ഇൻ വിച്ച് എ ന്യൂട്രൽ തേർഡ് പാർട്ടി ഗീവ്സ് എ ഡിസിഷൻ ഓൺ എ ഡിസ്പ്യൂട്ട് ഈസ് നോൺ ആസ് അഡ്ജുഡിക്കേഷൻ, ഡി ആണ്. 48 വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സീസണിങ് ഓഫ് ടിമ്പർ ഫോർ യൂസ് ഇൻ കൺസ്ട്രക്ഷൻ? അത് ടു ഇൻക്രീസ് ഇറ്റ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി, ബി ആണ്. ഇനി 49ാമത്തെ തന്നേക്കുന്ന റിലേഷൻ ഡി ആണ് വരിക. KW × √FB/FM എന്നുള്ളതാണ്, ഡി ആണ് ആൻസർ വരിക. ഇനി 50 ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ ബിൽറ്റ് ടു സപ്പോർട്ട് ആൻഡ് അൺസേഫ് സ്ട്രക്ചർ വെർട്ടിക്കലി ഈസ് കോൾഡ് ഷോറിംഗ്, സി ആണ് ഉത്തരം വരിക. ഇനി 51ാമത്തെ ഇത് സി ആണ് 202.5 MLD ആൻഡ് 135 MLD എന്നുള്ളതാണ് വരിക. ഇനി 52ാമത്തെ ഇൻ നെറ്റ്വർക്ക് ഓഫ് പൈപ്സ്, ബി ആണ്. ദ ഓൾജിബ്രിക് സം ഓഫ് ഹെഡ് ലോസസ് അറൗണ്ട് ഈച്ച് സർക്യൂട്ട് ഈസ് 0 ആണ്. ഇനി 53ാമത്തെ പ്രോബ്ലത്തിന് 458, ഡി ആണ് വരിക. 51ാമത്തെ അതുപോലെ സി ആണ് 200 വരും. ഇനി 55 ദ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ് ടു കൺട്രോൾ ഗേഷ്യസ് ആസ് വെൽ ആസ് പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് ഇൻ ഇൻഡസ്ട്രിയൽ എമിഷൻസ് ഈസ് നോൺ ആസ് സ്പ്രേ ടവേഴ്സ്, എ ആണ്. ഇനി 56ാമത്തെ പ്രോബ്ലത്തിന് 400 mg/L, ബി ആണ് വരിക. ഇനി 57 ദ ഫിനോളിക് കോമ്പൗണ്ട്സ് ഇൻ പബ്ലിക് വാട്ടർ സപ്ലൈ ഷുഡ് നോട്ട് ബി മോർ ദാൻ 0.001 ppm, സി ആണ് വരിക. ഇനി 58ാമത്തെ at a sewage treatment plant for a flow of 3 m3/s, the cross-sectional area of grit chamber will be about 10 m², ബി ആണ് വരിക. ഇനി 59 what is the predominating coagulation mechanism for raw water having high turbidity and high alkalinity? അത് സി ആണ്, സ്വീപ്പ് കൊയാഗുലേഷൻ. ഇനി 60ാമത്തെ പ്രോബ്ലത്തിന് ഡി ആണ് 0.53 and 0.38, ഡി ആണ് ഉത്തരം. 61 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. ഫെയിലർ ഓഫ് എ ബാലൻസ്ഡ് സെക്ഷൻ വിൽ ബി ഇനീഷ്യേറ്റഡ് ബൈ ക്രഷിംഗ് ഓഫ് കോൺക്രീറ്റ് എന്നുള്ളതാണ്. ഇനി 62ാമത്തേന് എ two-way slab is present at an intermediate floor of an RC framed structure. In that slab panel, C ആണ്, no lifting occurs എന്നാണ്. ഇനി 63ാമത്തെ എൻ്റെ ആൻസർ ബി ആണ് 0.002 + FY/1.15 ES, ബി ആണ് ഉത്തരം. ഇനി 64
ആൻസർ സി ആണ്, അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം എന്നുള്ളതാണ്. 65 ഇൻ എ ബീം member cracks are noticed parallel to the main reinforcement. What is the reason for the cracks? Corrosion. C ആണ്. 66 design bond stress of high strength deformed bars in tension used in M30 grade concrete as per IS 456:2000 is D ആണ് 2.4 MPa എന്നുള്ളത്. 67 for a continuous deep beam the ratio of effective span to overall depth ratio should be less than 2.5. B ആണ്. ഇനി 68 a pre-stressed concrete bridge is proposed to be built in a site which belongs to mild exposure condition. What is the minimum grade of concrete to be used in that project? അത് M30 C ആണ്. ഇനി 69 76% B ആണ്. ഇനി 70 പ്രോബ്ലത്തിന് 140 Newton per millimeter square B ആണ് ആൻസർ. 71 അതുപോലെ സി ആണ് 15% എന്നുള്ളതാണ് ആൻസർ വരിക. ഇനി 72 കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, സി ആണ് ആൻസർ. ഇനി 73 ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദാറ്റ് മെമ്പർ ചോദിച്ചാൽ സി ആണ് 1.2 L എന്നുള്ളതാണ്. ഇനി 74 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, അത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കറക്റ്റ്, അപ്പോൾ എ ആണ് ആൻസർ. ഇനി 75 എ ആണ് പ്യുവർ ആക്സിയൽ കംപ്രഷൻ എന്നുള്ളതാണ്. ഇനി 76 പ്രോബ്ലത്തിന് 11.25 Newton per millimeter square ആണ്, ബി ആണ് ആൻസർ. 77 എ ആണ് പ്രൈമറി ടോർഷൻ എന്നുള്ളതാണ് ആൻസർ. 78 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, അത് സി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ് എന്നുള്ള സി ആണ് ആൻസർ. ഇനി 79 ഡി ആണ് ഉത്തരം. ലെങ്ത് ഓഫ് ദ വെൽഡഡ് ജോയിൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 150 times ദ ത്രോട്ട് ഡയമീറ്റർ എന്നുള്ളതാണ്. ഇനി 80 ബി ആണ് ആൻസർ, വേരിയബിൾ ആക്ഷൻസ് എന്നുള്ളത്. 81 പ്രോബ്ലത്തിന് 66.66% ആണ് ആൻസർ, സി ആണ്. 82 ബി ആണ് പ്രോബ്ലത്തിൻ്റെ ആൻസർ, 120 and 40 എന്നുള്ളത്. ഇനി 83 പ്രോബ്ലത്തിന് സി ആണ് 35 ഡിഗ്രി എന്നുള്ളത്. 84 അതുപോലെ ഡി ആണ് 90 years എന്നുള്ളത്. 85 പ്രോബ്ലത്തിന് 12.9 എ ആണ് ആൻസർ. ഇനി 86 0.005 ഡി ആണ് ഉത്തരം. 87 12.5 മീറ്റർ ആണ്. 88 0.83 മീറ്റർ ആണ്. 89 ബി ആണ് 15 എന്നുള്ളത്. 90 സി ആണ് 5.7. 91 IRC recommended maximum value of super elevation on hill road is 10%, സി ആണ്. 92 for Indian Railways vertical curves are provided at junctions of grades when algebraic difference between the grades is equal to more than 0.4%, ബി ആണ്. 93 the component of airport used for servicing and repair of aircraft is hangar A ആണ്. 94 calm period is the percentage of time during which wind intensity in an airport is less than 6.4 km/h, ഡി ആണ്. 95 according to IRC the maximum permissible stripping value of aggregates to be used in bituminous construction is 25%, സി ആണ്. 96 the total number of potential conflict points at a right angle two lane road intersection with two-way traffic is 24, D ആണ്. ഇനി 97 പ്രോബ്ലത്തിന് 4000 VH/hour ആണ്. 98 to prepare rapid curing cutback the solvent to be used is gasoline, A ആണ്. ഇനി 99 പ്രോബ്ലത്തിന് 104 സെക്കൻഡ്, ഡി ആണ് വരിക. ഇനി 100 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ഹയസ്റ്റ് ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ഇൻ കേസ് ഓഫ് ബ്ലാക്ക് ടോപ്ഡ് പേയ്മെൻറ്റ്സ്, അത് സി ആണ്, ബിറ്റുമിനസ് കോൺക്രീറ്റ്. അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന PSC പരീക്ഷ, അതായത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്നുള്ള പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇത് കഴിഞ്ഞ് ഈ ഇതിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ PSC തന്നെ പബ്ലിഷ് ചെയ്യണതാണ്. ഓക്കെ, താങ്ക് യു.